കടുത്ത വർഗീയ പരാമർശവുമായി മുൻ DGP TP സെൻകുമാർ. ഐസിസിനെയും RSSനെയും താരതമ്യപ്പെടുത്താനാകില്ലെന്നും 100 കുട്ടികൾ ജനിക്കുമ്പോൾ 42 കുട്ടികൾ മുസ്ലിങ്ങളാണ് എന്നും സെൻകുമാർ. ഈ രീതിയിൽ പോയാൽ ഭാവിയിൽ ജനസംഖ്യാ ഘടന എന്താകുമെന്നും സെൻകുമാർ. സമകാലിക മലയാളം എന്ന വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം. കേരളത്തിലെ മതതീവ്രവാദത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും മുസ്ലിം സമുദായത്തിൽ ചാർത്തുന്നതാണ് TP സെൻകുമാറിന്റെ അഭിമുഖം. മതതീവ്രവാദത്തെ നിയന്ത്രിക്കാൻ മുസ്ലിം സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ ശ്രമങ്ങളുണ്ടാകണം. മതതീവ്രവാദമെന്ന് പറയുമ്പോൾ RSS ഇല്ലേ എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല. ISും RSSും തമ്മിൽ ഒരു താരതമ്യമില്ലെന്നും സെൻകുമാർ വ്യക്തമാക്കുന്നു. കേരളത്തിൽ 100 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ 42 പേർ മുസ്ലിം കുട്ടികളാണ്. ജനസംഖ്യാ ഘടന ഈ രീതിയിൽ പോയാൽ ഭാവിയിൽ വരാൻ പോകുന്നത് ഏത് രീതിയിലുള്ള മാറ്റമായിരിക്കുമെന്നും സെൻകുമാർ ചോദിക്കുന്നു. കേരളത്തിലെ മുസ്ലിം മതേതര മുഖമെന്ന് ധൈര്യമായി പറയാവുന്നവരിൽ ഒരാൾ ഹമീദ് ചേന്നമംഗലൂർ ആണ്. MN കാരശ്ശേരി ഇപ്പോൾ കാണാറില്ലെന്നും സെൻകുമാർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു മതം മാത്രമാണ് ശരിയെന്ന് ആളുകളെ മനസ്സിലാക്കി കൊടുക്കരുത്. ലവ് ജിഹാദ് പോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കണം. കുറേ ആളുകൾ അതിനുവേണ്ടി നടക്കുകയാണ്. ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണെങ്കിൽ ഇങ്ങനെയല്ല പോകേണ്ടതെന്ന് താഴെത്തലങ്ങൾ മുതൽ പറഞ്ഞു പഠിപ്പിക്കണമെന്നും സെൻകുമാർ വ്യക്തമാക്കുന്നു. ഹിന്ദു വർഗീയതയും തീവ്രവാദത്തെയും പറ്റി പരാമർശിക്കാതിരിക്കുകയും മുസ്ലിം സമുദായത്തെ മാത്രം ഏകപക്ഷീയമായി ആക്രമിക്കുകയും ചെയ്യുന്ന സെൻകുമാറിന്റെ നിലപാട് ഇതിനകം തന്നെ വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്. തിരുവനന്തപുരം വേളിയിൽ പിതാവ് 2 മക്കളെ കഴുത്തറത്ത് കൊന്ന ശേഷം ആത്മഹത്യ ചെയ്തു. പെയിന്റിംഗ് കോൺട്രാക്ടറായ ഷിബിയും മക്കളായ ഫെബയും ഫെബിനുമാണ് മരിച്ചത്. കുടുംബ പ്രശ്നങ്ങളാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസ് വ്യക്തമാക്കി. ഇന്ന് രാവിലെയോടെയാണ് വേളി ടൂറിസ്റ്റ് വില്ലേജിന് സമീപത്ത് റെയിൽവേ ട്രാക്കിൽ 2 കുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെമ്പിലോട് സ്വദേശിയായ ഷിബിയുടെ മക്കളായ 9 വയസ്സുള്ള ഫെബ, 7 വയസ്സുകാരൻ ഫെബിൻ എന്നിവരാണ് മരിച്ചത്. കഴുത്തറുത്ത നിലയിലാണ് 2 കുട്ടികളുടെയും മൃതദേഹം കാണപ്പെട്ടത്. മൃതദേഹത്തിന് സമീപത്ത് നിന്നായി ഷിബിയുടേതെന്ന് സംശയിക്കുന്ന കൈപ്പത്തിയും കൊലയ്ക്കുപയോഗിച്ചു എന്ന് കരുതുന്ന വെട്ടുകത്തിയും കണ്ടെടുത്തു. കൊലയാളിയായ ഷിബിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ നിന്നും താഴെ കായലിൽ പതിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത്. കുടുംബ പ്രശ്നങ്ങളാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കരുതുന്നത്. മക്കളെ കാണാനില്ലെന്ന് കാട്ടി മാതാവ് ഹന്ന ജോസ് ഇന്നലെ രാത്രി മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിരുന്നു. കൊലപാതകത്തെപ്പറ്റി പോലീസ് വിശദമായി അന്വേഷിക്കുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ പറഞ്ഞു. കുട്ടിയുടെ അച്ഛനായിട്ട് പറയുന്ന ആളുടെ ഒരു ചെറിയ സം ഇഞ്ചുവേർഡ് പാർട്ട് ഓഫ് ദി ബോഡി ട്രാക്കിൽ കാണുന്നുണ്ട്. ബാക്കിയെല്ലാം അന്വേഷണം നടത്തിയ ശേഷം എന്താണ് അത് അറിയിക്കാം. കുട്ടികളെ ശംഖുമുഖം കടൽ തീരത്ത് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാണ് ഷിബി രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയത്. പെയിന്റിംഗ് കോൺട്രാക്ടറാണ് മരിച്ച ഷിബി. ഭാര്യ ഹന്ന ജോസ് തിരുവനന്തപുരം SA മിനിസ്റ്റീരിയൽ ജീവനക്കാരിയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ നിധിശേഖരമുള്ള B നിലവറ തുറക്കുന്നതിന് തിരുവിതാംകൂർ രാജകുടുംബം അനുമതി നൽകില്ല. രാജകുടുംബത്തിന്റെ സമ്മതത്തോടെ B നിലവറ തുറക്കാനാകില്ല. ഇതുവരെ തുറന്നിട്ടില്ലാത്ത നിലവറ തുറക്കുന്നത് ദേവഹിതത്തിനെതിരാണെന്ന് രാജകുടുംബം. മുൻപ് 7 തവണ B നിലവറ തുറന്നിട്ടുണ്ടെന്ന് മുൻ CAG വിനോദ് റായുടെ കണ്ടെത്തലിനോടും രാജകുടുംബത്തിന് വിയോജിപ്പാണ്. B നിലവറ തുറക്കുന്നതിൽ രാജകുടുംബത്തിന്റെ അഭിപ്രായം തേടാൻ സുപ്രീം കോടതി അമിക്കസ് ക്യൂറി ഗോപാൽ സുബ്രഹ്മണ്യത്തോട് ആവശ്യപ്പെട്ടിരുന്നു. അമൂല്യ നിധിശേഖരമുള്ള നിലവറ തുറന്നില്ലെങ്കിൽ ദുരൂഹതയേറുമെന്നും കോടതി അഭിപ്രായപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ നിലവറ തുറക്കാനാകില്ലെന്ന നിലപാട് അമിക്കസ് ക്യൂറി അറിയിക്കാനാണ് രാജകുടുംബത്തിന്റെ തീരുമാനം. B നിലവറ 7 തവണ തുറന്നിട്ടുണ്ടെന്ന മുൻ CAG വിനോദ് റായുടെ കണ്ടെത്തൽ ശരിയല്ല. നിലവറയുടെ ഭാഗമായ ചെറിയ അറ മാത്രമാണ് തുറന്നതെന്നും രാജകുടുംബം കോടതിയെ അറിയിക്കും. B നിലവറ എന്ന് പറയുന്നത് 2 മുറിയാണ്. അതെ, അതിൽ ആദ്യത്തെ മുറി മാത്രമേ തുറന്നിട്ടുള്ളൂ. മെയിൻ ചേംബർ തുറന്നിട്ടില്ല. അത് നമ്മൾ സുപ്രീം കോടതിയിൽ പറയുന്നത്. പിന്നെ അത് സുപ്രീം കോടതി ജഡ്ജിമാരുടെ തീരുമാനം പോലെ ഇരിക്കും. അംഗീകരിക്കുന്നതാണ് ഞങ്ങളുടെ എല്ലാവരും ഒരു വിശ്വാസം. കേസ് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ അഡ്വക്കേറ്റ്സ് സംസാരിച്ചിട്ട് ഞങ്ങൾ തീരുമാനിക്കും. ഇപ്പോഴേ കേസ് പോസ്റ്റ് ചെയ്തിട്ടില്ല. ചിദംബരം ക്ഷേത്രത്തില് ചിദംബര രഹസ്യം എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പൊ അതിൽ ആൾക്കാർക്ക് തുറന്ന് കാണുക, അത് വർഷങ്ങളായിട്ട് രഹസ്യമായിട്ടിരിക്കുന്ന സാധനമാണ്. അടുത്തയാഴ്ച അമിക്കസ് ക്യൂറി ഗോപാൽ സുബ്രഹ്മണ്യം തലസ്ഥാനത്തെത്തുമ്പോൾ അഭിപ്രായം അറിയിക്കും. മറുപടി ഉടൻ അറിയിക്കണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നാദർഷയെ ജയിലിൽ നിന്ന് താൻ വിളിച്ചിരുന്നുവെന്ന് പൾസർ സുനി സമ്മതിച്ചു. പോലീസ് ചോദ്യം ചെയ്യവെയാണ് സുനി ഇക്കാര്യം സമ്മതിച്ചത്. ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച കേസിൽ സുനിയെയും സഹതടവുകാരെയും ജയിലിൽ എത്തിച്ച് തെളിവെടുത്തു. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ളവരുടെ മൊഴിയെടുക്കൽ തുടരുകയാണ്. നടിയെ ആക്രമിച്ച കേസന്വേഷണവുമായി ബന്ധപ്പെട്ട ദിലീപുമായി ബന്ധമുള്ള തിയേറ്റർ ഉടമയിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുത്തു. കണ്ണൂർ സ്വദേശി ജാസിൽ നിന്നാണ് മൊഴിയെടുത്തത്. ദിലീപുമായുള്ള പരിചയം സംബന്ധിച്ച കാര്യങ്ങളാണ് അന്വേഷണ സംഘം ചോദിച്ചതെന്ന് മൊഴിയെടുക്കലിന് ശേഷം ജാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. കാര്യങ്ങൾ അന്വേഷിക്കാൻ വിളിച്ചതാണ് ആ കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ തിയേറ്റർ ഉടമയാണ് കണ്ണൂര്. ഈ കേസുമായി ബന്ധപ്പെട്ട്
എനിക്ക് അങ്ങനെ പരിചയമുണ്ട്. പരിചയം എങ്ങനെയാണ് അന്വേഷിക്കാൻ വിളിച്ചത്. ദിലീപിന് പരിചയമുണ്ട്. എന്താ പരിചയം? സിനിമാ മേഖലയിലുള്ളവർക്ക് പുറമെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവരുടെയും മൊഴിയെടുക്കുന്നുണ്ട്. ദിലീപിന്റെ ഫോൺ കോൾ രേഖകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. ദിലീപിനെ തുടർച്ചയായി വിളിച്ചവരെ പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട്. അതേസമയം ജയിലിൽ ഫോൺ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ പൾസർ സുനിയെയും സഹതടവുകാരെയും കാക്കനാട് ജയിലിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നാദർഷയെ വിളിച്ചതുൾപ്പെടെ ജയിലിൽ വെച്ച് ഫോൺ ചെയ്തത് സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും സുനി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിനാൽ സുനിയെയും സഹതടവുകാരായ മറ്റു പ്രതികളെയും അടുത്ത ദിവസം കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്ന പരാതിയിൽ അമ്മ പ്രസിഡന്റ് ഇന്നസെന്റിനെതിരെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ പറഞ്ഞു. കമ്മീഷൻ ഡയറക്ടർ AU കുര്യാക്കോസ് അന്വേഷണം നടത്തും. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനായി സിനിമയിലെ വനിതാ സംഘടനാ കൂട്ടായ്മയുമായി ചർച്ച നടത്തുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ വ്യക്തമാക്കി. ഇന്നസെന്റിന്റെ പരാമർശത്തെ സംബന്ധിച്ച് പത്രത്തിൽ വന്നതിനെ തുടർന്ന് അതിലെ വിശദാംശങ്ങൾ അന്വേഷിച്ച് വേണ്ട നടപടി സ്വീകരിക്കാം. ഞങ്ങളുടെ സംബന്ധിച്ച് നമുക്ക് പരാതി സ്വമേധ എടുക്കാം. അപ്പോൾ ആ വിധത്തിൽ പരിശോധിച്ച് വേണ്ടത് ചെയ്യണമെന്ന് ഞാൻ ഡയറക്ടർ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് പോലീസ് ഓഫീസറാണല്ലോ, നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നടപടി എന്ന് വെച്ചാൽ ഇനിയിപ്പം ഈ അവരുടെ വിമൻ കളക്റ്റീവ് സിനിമ അവർ ഞാനുമായിട്ട് കൂടിക്കാണാനിരിക്കുകയാണ്. അവരുമായിട്ട് കൂടിക്കണ്ടതിന് ശേഷം 12-ാം തീയതി 13-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് പത്രസമ്മേളനം നടത്തും. അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടി അവരുടെ നിലപാടുകളാണ്, അവർക്ക് ചില നിർദ്ദേശങ്ങളുണ്ടെന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഭീകരരാഷ്ട്രമായ ഇസ്രായേലിനെ തന്ത്രപ്രധാന പങ്കാളിയാക്കിയ BJP സർക്കാരിന്റെ വിദേശ നയത്തിൽ പ്രതിഷേധിച്ച് CPM നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. ജൂലൈ 19-ന് എല്ലാ ജില്ലാ ഏരിയ കേന്ദ്രങ്ങളിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ത്യയുടെ പ്രഖ്യാപിതമായ വിദേശ നയത്തെ BJP കുഴിച്ചുമൂടിയതായി CPIM കുറ്റപ്പെടുത്തി. ഇസ്രായേലുമായുള്ള എല്ലാ സുരക്ഷാ സൈനിക സഹകരണവും ഇന്ത്യ അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടാണ് CPM പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലുള്ള ചൈനീസ് പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി ചൈന ഇന്ത്യയിലെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം, സ്വയം സുരക്ഷ ഉറപ്പാക്കണമെന്നും ചൈന പൗരന്മാർക്കായി നൽകിയ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ അതിർത്തി തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് ചൈനയുടെ മുന്നറിയിപ്പ്. അതേസമയം അസാധാരണമായ മുന്നറിയിപ്പല്ല എന്ന് ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. സിക്കിം സെക്ടറിലെ ദോക്ല അതിർത്തിയിൽ ഇന്ത്യയും ചൈനയും നേർക്കുനേർ നിൽക്കുമ്പോഴാണ് സ്വന്തം പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി ചൈന രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം, ഇന്ത്യയിലുള്ള ചൈനീസ് പൗരന്മാർ ജാഗ്രത പാലിക്കണം, സ്വയം സുരക്ഷ ഉറപ്പാക്കണമെന്നും ദില്ലിയിലെ ചൈനീസ് എംബസി നൽകിയ മുന്നറിയിപ്പിൽ എടുത്തു പറയുന്നു. എന്നാൽ ഈ മുന്നറിയിപ്പിൽ അസാധാരണമായതൊന്നുമില്ലെന്നാണ് ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ അനൌദ്യോഗിക പ്രതികരണം. ചൈനീസ് പൗരന്മാർക്ക് യാതൊരു തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളും ഇന്ത്യയിൽ നേരിടേണ്ടി വരില്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഇന്ത്യ, ചൈന, ഭൂട്ടാൻ രാജ്യങ്ങൾ ഒന്നിക്കുന്ന ദോക്ല ഏരിയയിൽ കഴിഞ്ഞ 3 ആഴ്ചയായി സംഘർഷം നിലനിൽക്കുകയാണ്. ഭൂട്ടാന്റെ കൈവശമുള്ള മേഖലയിലേക്ക് റോഡ് നിർമ്മിക്കാൻ ചൈന ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. യുവാവിന് എയ്ഡ്സ് എന്ന തെറ്റായ പരിശോധനാ ഫലം നൽകിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്തെ അലിയ ലാബ് പോലീസ് പൂട്ടിച്ചു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ ഉപരോധത്തെ തുടർന്നാണ് മെഡിക്കൽ കോളേജ് പോലീസിന്റെ നടപടി. സംഭവം പീപ്പിൾ TV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹീമോഫീലിയ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ മലപ്പുറം സ്വദേശിയായ യുവാവിനാണ് ആലിയ ലാബ് എയ്ഡ്സ് ബാധയെന്ന് സ്ഥിരീകരിച്ചത്. രക്തപരിശോധനയിൽ HIV അളവ് 5.32 എന്നായിരുന്നു പരിശോധനാ ഫലം. വീണ്ടും നടത്തിയ പരിശോധനയിൽ ആദ്യ ഫലം തെറ്റാണെന്ന് തെളിഞ്ഞു. തെറ്റായ പരിശോധനാ ഫലം നൽകിയ ലാബിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നേതൃത്വത്തിലാണ് ഉപരോധം സംഘടിപ്പിച്ചത്. കോഴിക്കോട് ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം ശക്തമായതോടെ മെഡിക്കൽ കോളേജ് പോലീസ് എത്തി ലാബ് പൂട്ടിച്ചു. യുവാവിന്റെ പിതാവ് ലാബിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിരുന്നു. ആലിയ ലാബിലെ പരിശോധനയിൽ അസ്വാഭാവികത തോന്നിയ ഡോക്ടർ വീണ്ടും രക്തപരിശോധനയ്ക്ക് നിർദ്ദേശിച്ചു. ഇതേ തുടർന്ന് മെഡിക്കൽ കോളേജിലടക്കം 3 നടത്തിയ രക്തപരിശോധനയിൽ HIV നെഗറ്റീവാണെന്ന് സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ മരുമകന്റേതാണ് ആലിയ ലാബ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. GSTയിൽ മുന്നൊരുക്കങ്ങൾ വേണമായിരുന്നുവെന്ന് മന്ത്രി AC മൊയ്തീൻ. GST ഏതൊക്കെ മേഖലയെ ബാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള പ്രത്യേക പഠനം നടക്കുന്നു. അതിനുശേഷം ആശങ്കകൾ പരിഹരിക്കുമെന്നും AC മൊയ്തീൻ കോഴിക്കോട് പറഞ്ഞു. ചില ഇനങ്ങളുടെ GST നിരക്കുകളെ സംബന്ധിച്ചിട്ടുള്ള ആക്ഷേപം വരുന്നുണ്ട്. ഞങ്ങളതിന് വ്യവസായ വാണിജ്യ വകുപ്പ്, വ്യാപാരികളുടെയും പ്രശ്നങ്ങൾ ചിലത് വരുന്നുണ്ട്. വ്യവസായ വാണിജ്യ വകുപ്പ് ഏതൊക്കെ മേഖലയിലാണ് അത്തരം പ്രശ്നങ്ങൾ നേരിടുന്നത് ഇപ്പോൾ ഒരു പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്.
ധനകാര്യമന്ത്രി നേരിട്ട് പ്രത്യേക വിഭാഗങ്ങൾ വിളിച്ച് ഇതിൻ്റെ ചർച്ച പരിഹാരം കാണാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. വ്യവസായ വാണിജ്യ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അത്തരം ആളുകളുടെ സംഘടനകളുമായി കൂടിയാലോചിച്ച് പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്കുള്ള ഇടപെടലുകൾ നടത്തണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. GST നിലവിൽ വന്നതോടെ അവശ്യ സാധനങ്ങളുടെ വിപണി വില നിയന്ത്രിക്കാൻ കർശന നടപടിയുമായി സർക്കാർ രംഗത്ത്. സപ്ലൈകോ സാധനങ്ങൾക്ക് വില കുറച്ച സർക്കാർ പൊതുവിപണിയിലെ വിലക്കയറ്റം തടയാൻ പരിശോധന കർശനമാക്കാനും തീരുമാനം. അതൊരു മുന്നൊരുക്കവുമില്ലാതെ കേന്ദ്ര സർക്കാർ രാജ്യത്ത് GST നടപ്പിലാക്കിയതോടെ കച്ചവട സാധനങ്ങൾക്ക് അമിത വില ഈടാക്കാനുള്ള ചില വ്യാപാരികളുടെ നീക്കത്തിനെയാണ് സംസ്ഥാന സർക്കാർ കടിഞ്ഞാണിട്ടിരിക്കുന്നത്. പുതിയ നികുതി സമ്പ്രദായത്തിൽ വിലയിൽ കുറവ് വന്ന സാധനങ്ങൾക്ക് വില കുറച്ച് വിൽക്കാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ തീരുമാനിച്ചതോടെ മറ്റു വ്യാപാരികളും അവശ്യ സാധനങ്ങൾക്ക് വില കുറയ്ക്കേണ്ട സാഹചര്യമാണുള്ളത്. പുതിയ നിരക്കനുസരിച്ച് വില കുറഞ്ഞ സാധനങ്ങളുടെ പട്ടികയിൽ പ്രധാനപ്പെട്ടവ ഇവയാണ്. ഗ്രീൻ പീസ് 38 രൂപയിൽ നിന്നും 2 രൂപ കുറഞ്ഞ് 36 രൂപയും, കടുക് 58, റാഗി 36, ചെറുപയർ 69, സാമ്പാർ പരിപ്പ് 70, ഉഴുന്നുപരിപ്പ് 74, പച്ചരി 26 രൂപ 50 പൈസയും കടലയ്ക്ക് 74 രൂപയുമാകും പുതിയ സപ്ലിക്കോ നിരക്കുകൾ. സർക്കാരിന്റെ നടപടി അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വ്യാപകമായി വിലപരിശോധന നടത്തുവാനും വകുപ്പുകൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. GST വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജൂലൈ 11 സംസ്ഥാന വ്യാപകമായി നടത്താനിരുന്ന കടയടപ്പ് സമരം പിൻവലിച്ചു. ധനമന്ത്രി തോമസ് ഐസക്കുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. വേണ്ടത്ര അടിസ്ഥാന സൗകര്യവും പഠനവും വ്യക്തതയും ഇല്ലാതെ നടപ്പിലാക്കിയ GST കച്ചവടക്കാരെയും പൊതുജനങ്ങളെയും തമ്മിലടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് എന്നാരോപിച്ചായിരുന്നു സമരം. യുവമോർച്ച പാലക്കാട് ജില്ലാ സെക്രട്ടറി സജിൻ രാജ് തിരുവനന്തപുരത്ത് പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ അന്വേഷണ സംഘം ഇന്ന് ഒറ്റപ്പാലത്തെത്തി. സജിൻ രാജിന്റെ മരണം കൊലപാതകമാണെന്ന് ബന്ധുക്കൾ സംശയം ഉന്നയിച്ചതിനെ തുടർന്നാണ് കൂടുതൽ അന്വേഷണത്തിനായി സംഘം ഒറ്റപ്പാലത്ത് എത്തിയത്. RJD നേതാവ് ലലു പ്രസാദ് യാദവിന്റെ മകളുടെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. റെയിൽവേ ടെൻഡറിലെ തിരിമറി കേസിലാണ് റെയ്ഡ്. അതേസമയം CBI നടപടിയുടെ പശ്ചാത്തലത്തിൽ ബീഹാറിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിലും മാറ്റം വരുന്നു. നിതീഷ് കുമാർ ലലുവുമായുള്ള സഖ്യം ഉപേക്ഷിച്ച് NDAയിലേക്ക് മടങ്ങുമെന്ന് സംശയം ശക്തമാകുന്നുണ്ട്. എന്നാൽ റെയ്ഡിന് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വേട്ടയാണെന്ന് ലലു പ്രസാദ് പ്രതികരിച്ചു. ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവിനെ ഉപമുഖ്യമന്ത്രിയാക്കിയാണ് നിതീഷ് കുമാർ ബീഹാർ ഭരണം നിലനിർത്തിയത്. റെയിൽവേ ടെൻഡറിലെ അഴിമതി കേസിൽ ലാലുവും കുടുംബവും കുടുങ്ങിയതോടെ മന്ത്രിസഭയിൽ നിന്ന് ഉപമുഖ്യമന്ത്രിയെ നിതീഷ് ഒഴിവാക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്നു. അങ്ങനെയെങ്കിൽ ലാലു പ്രസാദ് യാദവ് മന്ത്രിസഭയുടെ പിന്തുണ പിൻവലിക്കും. ലാലുവിന്റെ പിന്തുണയില്ലെങ്കിൽ ഭരണം നിലനിർത്താനാണ് പഴയ സഖ്യമായ NDAയിലേക്ക് നിതീഷ് മടങ്ങിപ്പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് നിതീഷ് അറിയിച്ചത് ലാലുവുമായുള്ള സഖ്യധാരണകൾക്ക് വിരുദ്ധമായിരുന്നു. ലാലുവിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുമെന്ന് നിതീഷിന് നേരത്തെ അറിയാമായിരുന്നുവെന്ന് RJD നേതാക്കൾക്ക് സംശയമുണ്ട്. കാരണം CBI റെയ്ഡിന് തൊട്ടുമുമ്പാണ് നിതീഷ് വിശ്രമിക്കാനെന്ന പേരിൽ പട്ന വിട്ട് 110 കിലോമീറ്റർ ദൂരെയുള്ള രാജ്നഗറിലേക്ക് പോയത്. ലാലുവിന്റെ മകൾ മിസ ഭാരതിയുടെ ദില്ലിയിലെ വസതിയിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. മിസയുടെ ഭർത്താവ് സഹിലേഷ് കുമാറും അഴിമതി കേസിൽ ആരോപണ വിധേയനാണ്. പ്രതിപക്ഷ പാർട്ടികളെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി വേട്ടയാടുന്നുവെന്നാണ് റെയ്ഡിനെക്കുറിച്ച് ലാലുവിന്റെ പ്രതികരണം. സഖ്യം നല്ല രീതിയിൽ മുന്നോട്ടു പോകുമെന്നും ലാലു വ്യക്തമാക്കി. അതേസമയം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനായി ബീഹാറിലെത്തിയ പ്രതിപക്ഷ പാർട്ടികളുടെ സ്ഥാനാർത്ഥിയായ മീരാ കുമാർ ലാലു പ്രസാദ് യാദവുമായുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്തെ BJPയിലെ കോഴ വിവാദത്തിൽ അന്വേഷണം. പ്രമുഖ മെഡിക്കൽ കോളേജ് ഗ്രൂപ്പിന് PG കോഴ്സ് അനുവദിക്കാൻ BJPയുടെ ഒരു സംസ്ഥാന നേതാവ് 7 കോടി രൂപ കൈപ്പറ്റിയെന്ന V മുരളീധര പക്ഷത്തിന്റെ ആരോപണത്തിൽ പാർട്ടിയാണ് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP ശ്രീശൻ നേതൃത്വം നൽകുന്ന കമ്മീഷൻ കഴിഞ്ഞ ദിവസം സ്വാശ്രയ മെഡിക്കൽ കോളേജ് ഉടമയിൽ നിന്നും തെളിവെടുത്തു. BJPയുടെ പാലക്കാട് നടന്ന യോഗത്തിൽ കേന്ദ്ര നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് V മുരളീധരപക്ഷം ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ മത്സരിച്ച നേതാവ് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ഉടമയിൽ നിന്നും 7 കോടി രൂപ കൈപ്പറ്റിയെന്നതായിരുന്നു ആരോപണം. മെഡിക്കൽ കോളേജിന് PG കോഴ്സ് അനുവദിക്കാൻ കേന്ദ്ര സർക്കാരിൽ ഇടപെടൽ നടത്താനാണ് പണം കൈപ്പറ്റിയത്. എന്നാൽ കോളേജിന് മെഡിക്കൽ PG കോഴ്സ് ലഭിക്കാതായതോടെ കോഴ സംഭവം പുറത്തായി. തുടർന്ന് PK കൃഷ്ണദാസ് പക്ഷത്തെ പ്രമുഖനെതിരെയുള്ള ആരോപണം V മുരളീധര പക്ഷം ആയുധമാക്കുകയായിരുന്നു. കോഴ വിവാദം പൊതുസമൂഹത്തിന് മുന്നിലെത്തിയാൽ അത് പാർട്ടിക്ക് കളങ്കമുണ്ടാക്കുമെന്നും അതിനാൽ ആരോപണത്തിന്റെ സത്യാവസ്ഥ അന്വേഷണത്തിലൂടെ പുറത്തുകൊണ്ടുവരണമെന്നും മുരളീധര പക്ഷം പാലക്കാട് യോഗത്തിൽ ആവശ്യപ്പെട്ടു.
കൂടാതെ ഇക്കാര്യത്തിൽ നടപടിയുണ്ടായില്ലെങ്കിൽ പാർട്ടി അഴിമതിക്കാരുടെ പിടിയിലാകുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. വിഷയം പാർട്ടി ദേശീയ അധ്യക്ഷന്റെ അടുത്തെത്തുക കൂടി ചെയ്തതോടെ കേന്ദ്ര നേതൃത്വം തന്നെ സംസ്ഥാന അധ്യക്ഷനോട് അന്വേഷണം ആവശ്യപ്പെടുകയായിരുന്നു. ഇതനുസരിച്ച് നിയമിച്ച BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP ശ്രീശൻ, സംസ്ഥാന സെക്രട്ടറി AK നസീർ എന്നിവരടങ്ങുന്ന അന്വേഷണ കമ്മീഷൻ മെഡിക്കൽ കോളേജ് ഉടമയിൽ നിന്ന് തെളിവെടുത്തു. എന്നാൽ 7 കോടിയല്ല 5 കോടിയാണ് നൽകിയതെന്നും മെഡിക്കൽ കോഴ്സ് ലഭിക്കാത്തത് തങ്ങളുടെ കുഴപ്പം കൊണ്ടാണെന്നും ഇക്കാര്യത്തിൽ പരാതിയില്ലെന്നും മെഡിക്കൽ കോളേജ് ഉടമ മൊഴി നൽകിയതായാണ് വിവരം. 4 മാസം മുൻപ് പാർട്ടിയിലെ മറ്റൊരു നേതാവിനെതിരെയും സമാനമായ ആരോപണമുയർന്നിരുന്നു. ആക്ഷേപം സംബന്ധിച്ച ചില പാർട്ടി പ്രവർത്തകരിൽ നിന്നുകൂടി തെളിവെടുത്ത ശേഷം ഈ മാസം തന്നെ റിപ്പോർട്ട് നൽകാനാണ് കമ്മീഷന്റെ തീരുമാനം. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.